അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മരണകാരണം വ്യക്തമാക്കാൻ പറ്റാത്ത മരണവാർത്തകളാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ചില മരണവാർത്തകളുടെ കാരണങ്ങൾ നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള തടസ്സം നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശം മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ മരണത്തിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഒരു കാരണമില്ലാതെ ഇന്നേ വരെ ആരും മരണപ്പെട്ടിട്ടുമില്ല. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, മരണവേദനയും ഒരുപോലെ തന്നെയാണ്. കാരണങ്ങളെ മാറുന്നുള്ളൂ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വിവാഹം കഴിഞ്ഞ് മാസങ്ങളെ ആയുള്ളൂ. കണ്ണൂർ വളപട്ടണം പൊയ്ത്തുംകടവ് സ്വദേശിനി ഫാത്തിമത്ത് റിസയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹംസ ഷമീറ ദമ്പതികളുടെ മകളാണ് ഫാത്തിമത്ത് റിസ. ഒരു സഹോദരനുമുണ്ട്. കണ്ടവരൊക്കെ കരഞ്ഞുപോയ ഒരു മരണമായിരുന്നു ഫാത്തിമത്ത് റിസയുടെ. ആ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത മരണമായിരുന്നു ആ ഒരു പൊന്നുമോളുടേത്. പടച്ച റബ്ബ് ആ പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കി സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ചെറിയ മോളാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് അറിയിക്കാനുള്ളത് ഈ ഒരു 35-കാരിയുടെ മരണമാണ്. ഈ ഒരു മരണവും നമുക്ക് നിങ്ങളോട് കാരണം വ്യക്തമാക്കാനാവില്ല. നിസാരമായ വയറുവേദന ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കുമോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും. എന്നാൽ ഈ ഒരു സഹോദരി വയറുവേദന കാരണമാണ് മരണപ്പെട്ടു പോയത്. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ഇന്നലെ വ്യാഴാഴ്ച രാത്രിയോടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. കാഞ്ഞങ്ങാടാണ് സംഭവം. പടന്നപ്പാട് സിയാറത്തിങ്കര ഹെൽത്ത് സെന്ററിന് സമീപത്തെ MK അബ്ദുൽ റഹ്മാന്റെ മകൾ MK താഹിറയാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അസഹനീയമായ വയറുവേദന കാരണം കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചക്ക് 1 മണിയോടെയാണ് ഈ ഒരു സഹോദരിക്ക് വയറുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് എത്രയും പെട്ടെന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മാറ്റിയെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. അങ്ങനെ അവിടെ ചികിത്സയിലായിരിക്കെയാണ് പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആ സഹോദരിയുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, റഹ്മുറാഹിമായ റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. സമാധാനം നീ കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.